വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ന്യൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ക്യാപ്സിക്കം, ക്യാരറ്റ്, ന്യൂഡിൽസ്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ എടുക്കുന്ന ന്യൂഡിൽസിൻ്റെ അളവിൽ വേണം ചെയ്യാനായി. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ന്യൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ന്യൂഡിൽസിലും മസാലയിലും അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ന്യൂഡിൽസ് നന്നായി കുക്കായി വരുന്നുണ്ട്. ഏകദേശം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളുടെ ന്യൂഡിൽസ് കുക്കായിട്ടുണ്ടാകും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ കൂടെ ചേർക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം ഞാനിവിടെ നന്നായി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ശരിക്കും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ ന്യൂഡിൽസിൽ ഓൾറെഡി അത്യാവശ്യം ഉപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് കൂടെ ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത നൂഡിൽസ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുക. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്